ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വാർത്ത. സ്വർണ്ണ കവർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുക. അതിന് അദ്ദേഹത്തിന് ഉടനെ നോട്ടീസ് കൊടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം കഴിഞ്ഞ മാസം ഒരു കാര്യം പറഞ്ഞിരുന്നു. ദൈവതുല്യരായ ആളുകൾ ഈ കേസിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന്. അപ്പോ ഈ ദൈവതുല്യരായ ആളുകൾ ആരായിരുന്നു എന്നുകൂടി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു, അദ്ദേഹത്തിന്റെ മൊഴിയാണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ പത്മകുമാർ നൽകിയ ചില മൊഴികൾ, അന്വേഷണ സംഘത്തെ അറിയിച്ച കാര്യങ്ങൾ, അതാണ് ചോദ്യത്തിന്റെ മുനകൾ ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിക്കുന്നത്. വാസുവിന്റെയും പത്മകുമാറിന്റെയും മൊഴികൾ വളരെ വിപുലമായ അല്ലെങ്കിൽ വലിയ സ്വാധീന ശക്തിയുള്ള ഒരു ഗൂഢസംഘം ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കുള്ള അന്വേഷണമായിരിക്കും ഇനി പ്രത്യേക അന്വേഷണ സംഘം നടത്തുക. സ്വർണ്ണപ്പാളികൾക്കായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയത് സംസ്ഥാന സർക്കാരിനാണ് എന്നും അതിന്റെ തുടർച്ചയായിട്ട് ആ ഫയൽ ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ എത്തുകയാണ് ചെയ്തതെന്നും പത്മകുമാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം പൂശൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മാറ്റിവെക്കൽ, സ്വർണ്ണപ്പാളികളെ ഇളക്കിക്കൊണ്ടുപോകൽ മുതലായ കുറ്റകൃത്യങ്ങളിൽ സർക്കാരിന് മുന്നറിവ് ഉണ്ടായിരുന്നു എന്ന് വരാം. അങ്ങനെ വന്നാൽ ഈ കേസിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കും. ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് അന്വേഷിക്കേണ്ടി വരും. സർക്കാരിന് അപേക്ഷ നൽകി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ദേവസ്വം മന്ത്രിയുടെ മുമ്പിലാണ് എത്തുക. ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ, തീരുമാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അതനുസരിച്ചാണോ ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചത്? മന്ത്രി പറഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡ് അതിനെ ലംഘിക്കാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനാണ് കടകംപള്ളിയെ, മുൻ ദേവസ്വം മന്ത്രിയെ, പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് പിടിയിലായത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പഴയ ഉദ്യോഗസ്ഥന്മാരെയാണ്. അത് കഴിഞ്ഞ് അത്ര രാഷ്ട്രീയക്കാരനല്ലാത്ത, എന്നാൽ CPM-ന്റെയും പിണറായി വിജയന്റെയും ഏറ്റവും അടുപ്പക്കാരനായ മുൻ പ്രസിഡന്റ് എൻ വാസു, അദ്ദേഹം അറസ്റ്റിലാവുന്നു. ഇപ്പോൾ പത്മകുമാറിനെ ജയിലിലാക്കിയിരിക്കുകയാണ്. പത്മകുമാർ എന്ന് പറഞ്ഞാൽ ഒരു വെറും പ്രസിഡന്റ് അല്ല, CPM-ന്റെ വളരെ പ്രാമാണികനായ ഒരു നേതാവാണ്. പത്തനംതിട്ട ജില്ല ഉണ്ടായത് മുതൽ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ്. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. കോന്നിയിൽ നിന്നുള്ള MLA ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. പത്തനംതിട്ടയിലെ പാർട്ടി കാര്യങ്ങളൊക്കെ വലിയ തോതിൽ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടിരുത്തിയത്. ഇപ്പോൾ അതിനു മുകളിലേക്ക് ദേവസ്വം മന്ത്രിയിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് പാർട്ടിയും സർക്കാരും വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സംഗതികൾ മാറുകയാണ്. ഈ വലയുടെ വ്യാപ്തി വല്ലാത്ത തോതിലങ്ങ് വിസ്തൃതമാവുകയാണ്. ഇനി ആരൊക്കെയാണ് ഇതിൽ പെടുക, ആരൊക്കെ ഈ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതിലൂടെയൊക്കെ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം കടകംപള്ളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കടകംപള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ യാതൊരു ഫയലുകളും ഗവൺമെന്റിന് മുമ്പിൽ വരികയില്ല എന്നാണ്. ദേവസ്വം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരല്ല, അത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിന് മാത്രമാണ്. പാളികൾ സ്വർണം പൂശാനോ ഇളക്കിയെടുക്കാനോ സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിയാനോ എന്തിനാണെങ്കിലും ആ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെതാണ്. അതിൽ മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമോ ബന്ധമോ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാനാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ദേവസ്വം വകുപ്പിന്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. അപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ലേ? ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് വേണമെങ്കിൽ ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്, കോർപ്പറേഷൻ ആണെന്ന് പറയാം.
അതുകൊണ്ട് നമ്മുടെ വ്യവസായ മന്ത്രിക്ക് അതിന്മേലൊരു ഉത്തരവാദിത്വമില്ലേ? KSIDCയുടെ പ്രവർത്തനം സംബന്ധിച്ച് വ്യവസായ വകുപ്പിനോ വ്യവസായ മന്ത്രിക്കോ ഒരറിവുമില്ല എന്ന് പറയാൻ പറ്റുമോ? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കോർപ്പറേഷനാണ്. അത് പ്രവർത്തിക്കുന്ന ആരുടെ കീഴിലാണ്? സംസ്ഥാന ടൂറിസം മന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലേ മന്ത്രിക്ക് പറയാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല, എനിക്കതുമായിട്ട് ബന്ധമില്ല, അവരുടെ ഫയലുകളൊന്നും ഞാൻ കാണുന്നില്ല, അങ്ങനെ പറഞ്ഞൊഴിയാൻ ഒരു മന്ത്രിക്ക് സാധിക്കുമോ? ഇവിടെ വലിയൊരു കവർച്ച നടന്നിരിക്കുക. ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഒരു അന്വേഷണമാണ് നടക്കുന്നത്. 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായി കഴിഞ്ഞു. അപ്പൊ മന്ത്രിക്ക് പറയാൻ പറ്റുമോ? എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്നേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നടക്കുന്ന തീരുമാനങ്ങളൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല, ഫയലുകളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? ഇപ്പോ പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് ഒരു ആദ്യത്തെ ഫയൽ അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിനാണ് നൽകിയെന്ന. അപ്പൊ സർക്കാർ താഴെ കയക്കുമല്ലോ, തീരുമാനമെടുക്കേണ്ടത് പോട്ടാ, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു? സാധാരണ ഒരു അപേക്ഷ കിട്ടിയാല് വെറുതെ താഴെ കയക്കില്ല, എന്തെങ്കിലും ഒരു നിർദ്ദേശത്തോടു കൂടി, ഒരു അഭിപ്രായ പ്രകടനത്തോടു കൂടിയാണ് മന്ത്രി അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് താഴേക്ക് അയക്കുക. അതിലെന്താണ് രേഖപ്പെടുത്തിയിരുന്നത്? ഈ കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? അനുകൂലമോ പ്രതികൂലമോ ആയിട്ട് നിലപാടെടുത്തിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് കടകംപള്ളിയെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാൻ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കഴിഞ്ഞ മാസം പ്രതികരിക്കുമ്പോൾ പത്മകുമാർ, ഇപ്പോൾ അറസ്റ്റിലായ മുൻ പ്രസിഡന്റ്, ഒരു വാചകം പറയുകയുണ്ടായി. അതായത് നമ്മളൊക്കെ ദൈവ തുല്യരായിട്ട് കരുതുന്ന ആളുകൾ ഇതിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചോദിക്കുന്നത്, ആരാണ് ഈ ദൈവ തുല്യരായ ആളുകൾ? ആരെക്കുറിച്ചാണ് പത്മകുമാർ ഈ അർത്ഥത്തിൽ സംസാരിച്ചത്? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ ഒരു പ്രസ്താവന വന്ന സ്ഥിതിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ ഒരു പ്രസ്താവനയുടെ അർത്ഥം അത് ഇഴകീറി പരിശോധിക്കാതെ വയ്യ എന്ന സ്ഥിതിയിലെത്തും. ശബരിമല വിശ്വാസികളും കാത്തിരിക്കുന്നതാണ്. ഇത് 2-3 പ്രസിഡന്റുമാര് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാര് അവരിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? അതോ ഈ ദൈവതുല്യരായ ഏതെങ്കിലും ആളുകൾ ഇതിലിടപെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അതറിയാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ശബരിമല വിശ്വാസികൾക്കും അവകാശമുണ്ട്. ഇനി അതിലേക്കൊക്കെ തന്നെ ഈ അന്വേഷണങ്ങൾ നീളുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. ദൈവതുല്യർ എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊരു സാധാരണ മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ ഒന്നും ആവണമെന്നില്ല. പത്മകുമാറിനെ പോലെ സീനിയറായ ഒരു നേതാവ്, സംസ്ഥാന തലത്തിൽ അദ്ദേഹം വലിയൊരു പ്രധാനിയാണെന്ന് പറയുന്നില്ല. പത്തനംതിട്ട പോലൊരു ജില്ലയിലെ ഏറ്റവും പ്രമാണപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ ആരാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവ തുല്യരായ ആളുകളെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കേണ്ടി വരും. ഇപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും പ്രചാരണ രംഗത്ത്. ആരാണ് ദൈവതുല്യരായ ആളുകൾ? പത്മകുമാർ പോലും ഭയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ദൈവതുല്യർ ആരായിരിക്കും എന്നത് ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും എന്നത് ഉറപ്പാണ്. പത്മകുമാർ CPM വിഭാഗീയതയില് തുടക്കം മുതലേ പിണറായി വിജയനൊപ്പം നിന്ന ഒരാളാണ്. പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചു പോന്നിരുന്നത് പത്മകുമാറായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് 32 വർഷക്കാലം തുടർച്ചയായിട്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റില് അംഗമായിരുന്നത്. പക്ഷേ ശബരിമലയിലെ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും പത്മകുമാറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിരുന്നു പത്മകുമാർ. അത് ശരിയല്ല, അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നൊരു നിലപാടാണ് പത്മകുമാർ എടുത്തത്. പക്ഷെ പിണറായി വിജയന് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നത് നിർബന്ധമായിരുന്നു. അത് സുപ്രീം കോടതി വിധി നടപ്പാക്കി കിട്ടാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല, സുപ്രീം കോടതിയോടുള്ള ബഹുമാനം കൊണ്ടും അല്ല. ശബരിമല പോലൊരു സ്ഥലത്ത് എത്രയോ ചരിത്രത്തിൽ ഇതുവരെ യുവതികളെ പ്രവേശിപ്പിച്ചിട്ടില്ലാത്ത, 10നും 50നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ചെറുപ്പക്കാരെ പ്രവേശിപ്പിച്ചുകൊണ്ട്, യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് കേരളത്തിലൊരു വലിയ നവോത്ഥാന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. കേരള ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ നവോത്ഥാന നായകനായി പിണറായി വിജയൻ വാഴ്ത്തപ്പെടുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെതിരായി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അന്നത്തെ കമ്മീഷണറായിരുന്ന N. വാസുവിനെ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. പിന്നീട് അദ്ദേഹം വഴിയാണ്, N. വാസു വഴിയാണ് അവിടെ
യുവതീ പ്രവേശനത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പാടാക്കിയത്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. 2 യുവതികൾ അവിടെ പ്രവേശിക്കുകയും ചെയ്തു. അന്ന് മുതൽ എൻ വാസുവുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ബന്ധം. പത്മകുമാറിനോട് എതിർപ്പായിരുന്നു. പത്മകുമാറിനെ മാറ്റി നിർത്തിയിരുന്നു. കഴിഞ്ഞ CPM ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തായി. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ട് തുടരുകയായിരുന്നു. അതിൽ അദ്ദേഹം പരസ്യമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എൻ വാസു അദ്ദേഹത്തോട് അടുത്തു. എൻ വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അതേസമയം ഈ എൻ വാസുവും പത്മകുമാറും തമ്മിലും ദേവസ്വം കാര്യങ്ങളിൽ അവർ 2 തട്ടിലായിരുന്നു. അവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. ഈ രണ്ടുപേരുടെയും മൊഴികളിൽ, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ ഇത് വളരെ പ്രകടമായിട്ട് കാണാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ശത്രുത മൊഴികളിൽ പ്രകടമാണ്. അറസ്റ്റിലായ ആളുകളുടെ മൊഴികളാണ് ഈ കേസ് സംബന്ധിച്ച അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം സംബന്ധിച്ച കൂടുതൽ വിശാലതകളിലേക്ക് അന്വേഷണ സംഘത്തെ കൊണ്ടുപോകുന്നത്. അതായത് അവരവരുടെ തടി രക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും പറയുന്ന മൊഴികൾ. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി മാറ്റിയിട്ട് അവിടെ ചെമ്പുപാളി എന്ന് എഴുതിയതെന്ന് എൻ വാസു അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഉദ്യോഗസ്ഥന്മാർ, ഡി സുധീഷ് കുമാറും മുരാരി ബാബുവും. സുധീഷ് കുമാർ നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അവരും പറഞ്ഞിരിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ചത് എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പത്മകുമാറിന്റെ മൊഴി ഇത് സംബന്ധിച്ചൊരു അപേക്ഷ സർക്കാരിന് നൽകിയിരുന്നുവെന്നും ആ ഫയൽ പിന്നീട് ദേവസ്വം ബോർഡിന്റെ മുമ്പിലേക്ക് വരികയാണ് ചെയ്തതെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ചോദ്യ മുനകൾ നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീളുന്നത്. അന്വേഷണം കടകംപള്ളിയിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണെങ്കിൽ പാർട്ടിയും സർക്കാരും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങും. ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെ പാർട്ടിയെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് ആർക്കും പരാതിയുമില്ല. കാരണം അത് ഹൈക്കോടതി പ്രത്യേക താല്പര്യമെടുത്ത് നിയോഗിച്ചതാണ്. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴില്, ഇവിടുത്തെ DGPയുടെ കീഴില്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ ഈ അന്വേഷണം നടക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. 4-5 ഉദ്യോഗസ്ഥന്മാരുടെ, ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് സംഗതികളെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കുമായിരുന്നു. ഇപ്പൊ അന്വേഷണത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, ഹൈക്കോടതിയുടെ അന്വേഷണ സംഘമായതുകൊണ്ട്. അങ്ങനെ ആരെയും അറസ്റ്റിൽ നിന്നോ ചോദ്യം ചെയ്യലിൽ നിന്നോ രക്ഷപ്പെടുത്താനും സർക്കാരിന് സാധിക്കില്ല. പത്മകുമാർ അതിനൊരു ശ്രമം നടത്തിയെന്നാണ് ചില മാധ്യമങ്ങളിൽ വായിക്കാൻ സാധിച്ചത്. അതായത് അറസ്റ്റ് ഒഴിവാക്കുന്നതിന് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരുന്നു, അവർ കൈമലർത്തി, അവര് നിസ്സഹായത പ്രകടിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അതെന്തായാലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ഇപ്പോൾ സർക്കാരിന് യാതൊരു നിർവാഹവും ഇല്ലാതായിരിക്കുകയാണ്. ഇതെല്ലാം ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമായിട്ട് ഇത് മാറി എന്നുള്ളത് കൊണ്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഏതെങ്കിലും വലിയ അധികാര കേന്ദ്രത്തെ അനുസരിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയേ പറ്റൂ. അങ്ങനെ ഈ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ, അതാണ് പറഞ്ഞത്, പാർട്ടിയെയും ഭരണത്തെയും വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യം കൂടെ നോക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തിപ്പെട്ടു വരികയാണ്. അവിടെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. പറഞ്ഞല്ലോ, ആരാണ് ഈ ദൈവതുല്യരായ മനുഷ്യർ? ഇതൊക്കെ ജനങ്ങളോട് ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. പിന്നീട് 10 മാസമോ 8 മാസമോ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെയും ഈ ശബരിമല കവർച്ച വലിയൊരു ചർച്ചാ വിഷയം ആവാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നത് വരെ പത്മകുമാർ വെറും കുറ്റാരോപിതൻ മാത്രമാണെന്നും കുറ്റം ചെയ്ത ആളല്ലെന്നും ഒക്കെയുള്ള നമ്മുടെ ഗോവിന്ദൻസ് തിയറിയൊന്നും, MP ഗോവിന്ദൻസ് തിയറിയൊന്നും അത്ര ഫലപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ് MP ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുന്നത്. പറ്റുമായിരുന്നുവെങ്കിൽ ഇടപെടുമായിരുന്നു. നമുക്കറിയാമല്ലോ, TP ചന്ദ്രശേഖരൻ വധക്കേസില് പ്രതികളെ ജയിലിലായി, ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. അവർക്ക് യാതൊരു ന്യായീകരണവുമില്ലാത്ത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവർക്ക് കൃത്യമായിട്ട് കൂടുതൽ പരോളുകൾ നൽകാൻ ഇതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. കാരണം അതവർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അത് സാധിക്കുന്നില്ല. കാരണം ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതല അത് ഹൈക്കോടതിയുടെ കൈകളിലാണ് എന്നുള്ളതാണ്. എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുമെന്നാണ് അറസ്റ്റിന് ശേഷമേ പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അയ്യപ്പനാണ് അവസാനമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഭഗവാന്റെ സ്വർണത്തിൽ കൈവച്ച് ആരും രക്ഷപ്പെടാൻ
സാധ്യതയില്ല. അതുപോലെ തന്നെ ആചാരങ്ങളിൽ ലംഘിച്ചുകൊണ്ട് സന്നിധാനത്തിലേക്ക് യുവതികളെ എത്തിച്ച ആളുകളും അവരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ശബരിമല വിശ്വാസികളുടെ, അയ്യപ്പനെ ആരാധിക്കുന്നവരുടെ അഭിപ്രായം.